അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ മുഅ്മിനീങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതാണ്. അതിഭയാനകരമായ നരകം, അവിടെ നാം പെടാതെ പൂർണ്ണമായും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന അതിയായ ആഗ്രഹം മുഅ്മിനീങ്ങളായ ഓരോ വിശ്വാസികൾക്കുമുണ്ട് എന്നെനിക്കറിയാം. പുണ്യപ്രവാചകൻ പറയുന്നുണ്ട്, ഇത്തഖൂ അന്നാറ വലൗ ബിശഖ്ഖി തംറത്തിൻ ഫമൻ ലം യജിദ് ബികലിമത്തിൻ ത്വയ്യിബത്തിൻ. പുണ്യപ്രവാചകൻ പറയുന്നത്, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്. അത് ആ നിനക്ക് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, നിങ്ങളെന്ത് ചെയ്യണം? ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ടേ നിങ്ങളെന്ത് ചെയ്യണം? സ്വതക ചെയ്യണം. അപ്പം അത്രയും നിങ്ങളെന്ത് ചെയ്യണം? നരകത്തെ സൂക്ഷിക്കണം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ നോക്കണമെന്ന്. അതാ ഒരു കാരക്ക, ഒന്നും കൊടുക്കാനില്ല, സ്വതക്കയായിട്ടൊന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരക്കയുടെ കഷ്ണം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് നിങ്ങൾ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പ്രവാചകൻ പറയുകയാണ്. അതും ഇല്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ബികലിമത്തിൻ നിങ്ങൾ നല്ലൊരു വാക്ക് പറഞ്ഞുകൊണ്ട്, നല്ലൊരു വാക്ക് ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ നരകത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷ നേടണമെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അത്രമാത്രം നാം നരകത്തിൽ നിന്ന് രക്ഷ നേടണമെന്നാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും അതിഭയാനകരമായ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജന്നത്ത് ഫിർദൗസിൽ അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആസിയത്തോട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.